ഇവിടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മലയാളികൾക്കൊക്കെ വളരെയേറെ അഭിമാനിക്കാം. അതായത് അമേരിക്കയിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണല്ലോ. ഇത് ഒരുപാട് പേര് ആഘോഷിക്കുകയാണ്. എന്ത് അസംബന്ധമാണ്, എന്ത് വർഗീയതയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് USA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നും വരുന്നത്. USA ആകപ്പാടെ 50 സ്റ്റേറ്റുകളാണുള്ളത്. ഈ 50 സ്റ്റേറ്റുകളിലൊന്നാണ് കാലിഫോർണിയ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാലിഫോർണിയയുടെ ജോഗ്രഫിക് ലൊക്കേഷനാണ്. അത് ഭൂപടത്തിൽ എവിടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ പലരും കേട്ടിട്ടുള്ളത് ഒരു സ്റ്റേറ്റാണ് ന്യൂയോർക്ക് അല്ലേ. ന്യൂയോർക്ക് എവിടെയാണെന്ന് നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അതായത് USA കിഴക്കേ അറ്റത്താണ്. ഇനി കാലിഫോർണിയ നോക്കുവാണെങ്കിൽ നേരെ പടിഞ്ഞാറേ അറ്റത്താണ്. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ എന്നുള്ളത്. ഈ കാലിഫോർണിയ സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ലോസ് ഏഞ്ചലസ്. സ്വപ്നങ്ങളുടെ നഗരം, സിറ്റി ഓഫ് ഡ്രീംസ് എന്നാണ് ഈ ഒരു നഗരം അറിയപ്പെടുന്നത്. കാരണം സിനിമയ്ക്കും എൻ്റർടൈൻമെൻറ്റിനും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കപ്പെട്ട നഗരമാണത്. ഒരുപാട് പേര് സ്വപ്ന തുല്യമായിട്ട് ആഡംബരത്തിലും വലിയ ബംഗ്ലാവും ഒക്കെ നിർമ്മിച്ച് ജീവിക്കുന്ന സ്വപ്ന നഗരി. നമുക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ മായാലോകത്തെന്ന പോലെയാണ് അവിടുത്തെ പല ബീച്ചിൻ്റെ അടുത്തുള്ള പല ബംഗ്ലാവുകളും ഇങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡിൻ്റെ ബോർഡില്ലേ, ഇതിവിടെയാണുള്ളത്. അപ്പോൾ ലോസ് ഏഞ്ചൽസ് എന്ന് അറിയപ്പെടുന്നത് സിനിമയുടെയും നമ്മുടെ ഫോക്സ് എൻ്റർടൈൻമെൻറ്റ്, സോണി, അതുപോലെ കുറേ നമ്മൾ കണ്ടിട്ടില്ല മറ്റേ അതെല്ലാം അതിൻ്റെ എല്ലാം ആസ്ഥാനമായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നഗരമാണ് ലോസ് ഏഞ്ചലസ് എന്നുള്ളത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ സ്വപ്ന നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ആ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് പറയുമെങ്കിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഡാറ്റ ഞാൻ പറയാം. ഇതെടുക്കുന്നത് കാലിഫോർണിയ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും പോസ്റ്റായിട്ട് വന്നത് ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു മാപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളിലാണ് തീയുള്ളത് അല്ലേ, വലിയ രീതിയിൽ തീയുള്ളത്. അതിൽ പാലിസേഡ്സ് ഫയറാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. 21,596 ഏക്കറിലാണ് പാലിസേഡ്സിലെ ഫയർ ആ ഒരു തീപിടുത്തം വ്യാപിച്ചിട്ടുള്ളത്. ഇനി നോക്കുവാണെങ്കിൽ അതുപോലെ കെന്നറ്റിൽ ഫയറുണ്ട്, ഹസ്റ്റിലുണ്ട്, ആർച്ചറിലുണ്ട്, ലിഡിയയിലുണ്ട്, ഈറ്റൺ ഫയറുണ്ട്, ഏറ്റൺ. പ്രൊനൗൺസിയേഷനൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ അതല്ലല്ലോ മാറ്റർ, ഈ ഒരു കാര്യം നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയ കുഞ്ഞു ചുമന്ന സ്പോട്ടുകളിലായിട്ട് അങ്ങനെ കുറേ സ്പോട്ടുകൾ ഇട്ടിട്ടുണ്ടല്ലേ. ഇവിടെയും ഒക്കെ തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ബാധിച്ചിട്ടുള്ളത് പാലിസേഡ്സിലും അതുപോലെ തന്നെ ഏറ്റൺ ഫയറിലുമാണ്. ഇതിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാവോ? ഈ ഒരു തീപിടുത്തം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കത്തി പടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ തുടക്കത്തിൽ വന്ന വാർത്ത എന്താണ്? കാലിഫോർണിയയിൽ തീപിടുത്തം. നമ്മൾ ഒറ്റ വാർത്തയായിട്ടാണല്ലോ കാണുന്നത്, അതിൻ്റെ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ നമ്മളൊന്നും കാണുന്നില്ല. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു റീൽ ഞാൻ ലൈക്ക് ചെയ്തു, സേവ് ചെയ്തും വെച്ചു നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം പ്രകാരം വീണ്ടും ഒരുപാട് വീഡിയോസ് നമുക്ക് റെക്കമെൻഡേഷനായിട്ട് നമ്മളുടെ ഫീഡ് മൊത്തം അതുമായി ബന്ധപ്പെട്ട റീൽസ് ആയിരിക്കും അല്ലേ. ആ വീഡിയോസ് കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി, അത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആഘാതം, എത്രത്തോളം ഗുരുതരമായിട്ടാണ് ആ ഒരു തീപിടുത്തം അവിടെ പടർന്ന് പന്തലിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് ഫോട്ടോസും ഫേക്ക് വീഡിയോസും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ ലോസ് ഏഞ്ചൽസിലാണ് ഹോളിവുഡിൻ്റെ ആ ഒരു വലിയ ബിൽ ബോർഡ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടല്ലോ മലയുടെ മുകളിൽ. അത് കത്തുന്ന ഒരു ഫോട്ടോ, AI ജനറേറ്റഡ് ഫേക്ക് വീഡിയോ ഒക്കെ പലരും ഒരുപാട് പേര് പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടു. ഈ ഹോളിവുഡിൻ്റെ ആ ഒരു ലോഗോ അല്ലെങ്കിൽ എന്താ ബിൽ ബോർഡ് എന്താ വിളിക്കുക, അത് കത്തിയിട്ടൊന്നുമില്ല. ആ ഒരു ഭാഗത്ത് തീ പിടിച്ചിട്ടില്ല, അത് ഫേക്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് അറിയാൻ പറ്റാതെ, കാരണം AI ജനറേറ്റഡ് വീഡിയോ ആണെങ്കിൽ പോലും അത്രത്തോളം ഒറിജിനാലിറ്റിയിലാണ് അതൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നത്. AI ഈസ് ഫാർ മോർ ഡേഞ്ചറസ് ദാൻ ന്യൂക്ക് എന്ന് എലോൺ മസ്ക് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും കുറേ ദിവസങ്ങളായി തീപിടുത്തം തുടങ്ങിയിട്ടല്ലേ, അത് കത്തി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അത് കെട്ടിട്ടുണ്ടാകുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാലിസേഡ്സിലെ തീപിടുത്തമുണ്ടല്ലോ, അത് 21,596 ഏക്കറിലാണ് ബാധിച്ചിട്ടുള്ളത്. 11% മാത്രമാണ് അത് കെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കുക, 11% മാത്രമാണ് കെടുത്താൻ സാധിച്ചിട്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യാൻ താമസം ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് ആ ഒരു ഡാറ്റ മാത്രമേ നമുക്കിപ്പോൾ ആധികാരികമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഈറ്റൺ ഫയർ. ഏറ്റൺ ആണോ എനിക്കറിയില്ല, ക്ഷമിക്കുക. അപ്പോൾ അവിടെയുള്ള ഈറ്റൺ ഫയറിൽ 14,117 ഏക്കറിലാണ് ബാധിച്ചിട്ടുള്ളത്. 15% മാത്രമേ കണ്ടെയ്ൻമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അതായത് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റ് പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ കെന്നറ്റ്, ഹസ്റ്റ്, ലിഡിയ, അവിടെയൊക്കെ ഓൾമോസ്റ്റ് 80, 76, 98 എന്നുള്ള രീതിയിൽ തീ അണച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ദൈവമേ, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, അവിടെ 10 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന സ്വപ്ന നഗരമാണ്. അത്രത്തോളം ബംഗ്ലാവുകളും അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസും ഒക്കെ കൊണ്ട് ഒരു തീരം നിറഞ്ഞിരുന്ന പ്രദേശമായിരുന്നു. അതെല്ലാം ചാമ്പലായി.
അതിൻ്റെ വീഡിയോസ് അവിടുന്ന് ആൾക്കാർ നമ്മൾ പല സിനിമകളിലും കാണാറുണ്ട്. സിനിമകളിൽ VFXിലൂടെ വലിയ തീപിടുത്തങ്ങൾ കാണിക്കാറില്ല, അതിൻ്റെ ഇടയിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിക്കാറില്ലേ. റിയൽ ലൈഫിലാണ് അവിടുത്തെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അവർക്ക് ഒരുപാട് ഫേക്ക് AI ജനറേറ്റഡ് വീഡിയോസും ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫാക്ട് ചെക്ക് ഇത് പറയുക എന്ന് പറയുന്നത് പോലും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നൂറുകണക്കിന് വീഡിയോസാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വീഡിയോസാണ് ഫേക്ക് ആയിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഫേക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് ബോക്സിൽ എഴുതി ഒന്ന് അറിയിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ തീപിടുത്തത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്നായിട്ട് മൊത്തം കൂടെ 1,80,000 പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പലർക്കും, അതായത് കൃത്യമായിട്ട് കണക്കിവിടെ ഉണ്ടല്ലോ, 12,300 പ്ലസ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളാണ്. അതിൽ വീടുകളുണ്ട്, വലിയ ബംഗ്ലാവുകളുണ്ട്, ഓഫീസുകളുണ്ട്, കടമുറികളുണ്ട്, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, ചെറിയ വ്യവസായശാലകളുണ്ട്, ഫാക്ടറികളുണ്ട്. അങ്ങനെ മൊത്തം കൂടെ ബിൽഡിംഗ്, കെട്ടിടമെന്ന് ഓർത്താൽ മതി, 12,300 പ്ലസ് കെട്ടിടങ്ങളാണ് ഈ ഒരു തീപിടുത്തത്തിൽ തകർന്നിട്ടുള്ളത്. അതായത് ഈ മാറ്റിപ്പാർപ്പിക്കപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു നിശ്ചിത ശതമാനം ആൾക്കാർക്ക് സർവ്വം നഷ്ടപ്പെട്ടു. അവരുടെ വീടും അല്ലെങ്കിൽ ബംഗ്ലാവോ അവരുടെ ഓഫീസ് സ്ഥാപനങ്ങളോ കടകളോ വലിയ അവർ നടത്തിയിരുന്ന മ്യൂസിയംസോ റെസ്റ്റോറൻറ്റോ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അതിലൊരു പെണ്ണ് ഇങ്ങനെ കരയുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഓർഡറാണ് വന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇട്ട ഡ്രസ്സും എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. പിന്നീട് വന്ന് നോക്കിയപ്പോൾ അവിടെ ചാരം മാത്രമാണുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. അത് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇവിടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ മലയാളികൾക്കൊക്കെ വളരെയേറെ അഭിമാനിക്കാം. അതായത് അമേരിക്കയിൽ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണല്ലോ, ഇത് ഒരുപാട് പേര് ആഘോഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസിൻ്റെയും പോസ്റ്റിൻ്റെയും അടിയിലെ കമൻറ്റ് നോക്കുവാണെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ അത് ആഘോഷിക്കുകയാണ്. എല്ലാവരുമല്ല, തലയിൽ വൈറസ് ബാധിച്ചിട്ടുള്ള, അത്രത്തോളം കമ്മ്യൂണലായിട്ട് ചിന്തിക്കുന്ന, അത്രത്തോളം ഒരു പ്രത്യേകതരം വൈറസാണ് അവരെ നയിക്കുന്നത്. നമ്മൾ വൈറസ് ബാധിച്ച് സോംബി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പോവുക? നമ്മളെ നയിക്കുന്നത് ആ ഒരു വൈറസ് ആയിരിക്കുമല്ലോ, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ബാധിച്ചിട്ടുള്ള ചില വിഷം വമിപ്പിക്കുന്ന ജന്തുക്കൾ ഇത് സെലിബ്രേറ്റ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് മലയാളികളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കമൻ്റ് അല്ല, ഒരു മലയാളി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുകയാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഹഹ സിമ്പലൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് മലയാളികൾ. നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടാണ്, അത്രയും നല്ല ചിന്താഗതിയുള്ള മനുഷ്യരാണ്, നല്ല സ്വഭാവമുള്ള മനുഷ്യരാന്നൊക്കെ അല്ലേ. അവിടെ തീപിടുത്തം ഉണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴേക്കും അമേരിക്കയ്ക്ക് ഇങ്ങനെ തന്നെ വേണം, കണക്കായി പോയി, അത് കണ്ടില്ലേ, റീൽസ് ഉണ്ടാക്കിയിട്ട് മറ്റേ മ്യൂസിക്കും കയറ്റിയിട്ട് കുറേ വചനങ്ങൾ എഴുതിയിട്ടിട്ട് ഷെയർ ചെയ്തേക്കുകയാണ്. എന്ത് വിഷമുള്ള ചിന്താഗതിയാണ് നിങ്ങളുടേത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം കൊടുത്തതാണ്, അമേരിക്കയ്ക്ക് ദൈവം കൊടുത്ത ഇത് കണ്ടോ, കർമ്മ കണ്ടോ, ദൈവം കൊടുത്തു, ദൈവത്തിന് ഒറ്റ രൂപ ചിലവാക്കേണ്ടി വന്നില്ല ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റാണ്. ഈ ചില മലയാളികൾ ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ വ്യക്തികൾ നടത്തുന്ന ആഘോഷമുണ്ടല്ലോ, അമേരിക്കയിൽ തീ പിടിച്ചു, അവിടെ ആൾക്കാരൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിനെ ഞാൻ നോക്കിക്കണ്ടത് രണ്ടാംഗിളിലാണ്. ഒന്നാമത്തെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വർഗീയമായിട്ടുള്ള കമ്മ്യൂണലായിട്ട് ചിന്തിക്കുന്ന ആ ഒരു വൈറസ് ബാധിച്ചിട്ടുള്ള ചില വ്യക്തികളാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള തീപിടുത്തത്തെ ഒന്നും അറിയില്ല. കാരണം അവർ പറയുന്നത് ദൈവം പെട്ടെന്ന് ശിക്ഷ കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ പണ്ട് മുതലേ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ല, ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ മെക്കയിൽ, സൗദി അറേബ്യയിലെ മെക്കയിൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഞാൻ കുറച്ചു മുമ്പ് കണ്ട വാർത്തയായിരുന്നു. അപ്പോൾ അത് ശിക്ഷയാണോ? ഒരിക്കലുമല്ല. ഇങ്ങനെ കമന്റ് ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കാലിഫോർണിയയുടെ അവിടെ തീപിടുത്തം നടക്കുന്നതിൻ്റെ ചരിത്രം, ആ ഒരു ലാൻഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മറ്റേത് സ്ഥലങ്ങൾ പോലെയല്ല. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതുമയാണ്, കാരണം അങ്ങനെ ഉണ്ടാകാറില്ലാത്തതുകൊണ്ടല്ലേ. പക്ഷേ കാലിഫോർണിയ എപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടാകും. ഈ 2020 ഓഗസ്റ്റ് കോംപ്ലക്സ് ഫയർ എന്ന് വിളിപ്പേരുള്ള ഒരു തീപിടുത്തം കാലിഫോർണിയയിലുണ്ടായി. ഗ്ലെൻ ലേക്ക്, മെൻഡസീനോ, ടെഹാമ, ട്രിനിറ്റി, ഷാസ്ത എന്നീ പ്രവിശ്യകളായിരുന്നു ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എത്ര ഏക്കറിലാണ് കത്തിപ്പടർന്നതെന്ന് അറിയാവോ? 10 ലക്ഷത്തിന് മുകളിൽ. കൃത്യമായി പറയുവാണെങ്കിൽ 10,82,648 ഏക്കറിലായിരുന്നു ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കാരണം ഒരു മിന്നലായിരുന്നു. ഒരു മിന്നലടിച്ച് അങ്ങനെ തീപിടുത്തം ഉണ്ടായി. 87 ദിവസം എടുത്തു ഈ തീ അണയ്ക്കാനായിട്ട്. അതായത് തീപിടുത്തം തുടങ്ങി 87ാമത്തെ ദിവസമാണ് പൂർണ്ണമായിട്ടും ഈ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തത് ഡിക്സി തീപിടുത്തമാണ്. അത് 2021 ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഞാൻ ഒരുപാട് പഴയതിലേക്കൊന്നും പോകുന്നില്ല. അത് ബാധിച്ചിട്ടുണ്ടായിരുന്നത് 9,63,309 ഏക്കറിലാണ്. 9 ലക്ഷം ഏക്കറിലാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് അണയ്ക്കാനായിട്ട് 104 ദിവസം എടുത്തു. അതിൻ്റെ കാരണമായി മാറിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു തീപിടുത്തത്തിൻ്റെ കാരണം ഒരു മരം മറിഞ്ഞ് ലൈൻ കമ്പിയെ വീഴുകയാണ്. അങ്ങനെ ലൈൻ കമ്പി പൊട്ടി അതിൽ നിന്നുള്ള സ്പാർക്ക് മൂലം തീ പിടിക്കുകയാണ്. 104 ദിവസം കൊണ്ടാണ് തീപിടുത്തം അണയ്ക്കാൻ പറ്റിയെന്ന് പറയുമ്പോഴേക്കും അത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. 9 ലക്ഷം ഏക്കറിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോസ് ഏഞ്ചൽസിൽ നിലവിലുള്ളത് 36,000 ഏക്കറാണെന്ന് കൂടി ഓർക്കുക. അടുത്തത് മെൻഡോസീനോ കോംപ്ലക്സ് ഫയറാണ്. 4,59,000 മുകളിൽ വരുന്ന ഏക്കറുകളിൽ ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കാരണമായി മാറിയിട്ടുള്ളതും സ്പാർക്കുകളായിരുന്നു. ഇത് എത്ര ദിവസം കൊണ്ട് അണയ്ക്കാൻ സാധിച്ചെന്നറിയാമോ? 161 ദിവസം എടുത്തു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണ്? ഇത് 2018 കേട്ടോ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്
കാലിഫോർണിയ എന്ന് പറയുന്നത് അത്രത്തോളം ഈ ഫയറിന് വൾനറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏരിയകളുടെ അളവിലാണല്ലേ. ഇനി മരണങ്ങളുടെ അളവിലൊന്ന് പരിശോധിച്ച് നോക്കാം. 2018 നവംബറിൽ നടന്നിട്ടുള്ള ക്യാമ്പ് ഫയർ ഉണ്ട്. 1,53,000 ഏക്കറിലാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ഇതിൽ മരണപ്പെട്ടവരുടെ എണ്ണം എന്നുള്ളത് 86 ആണ്. അപ്പോൾ ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 91 ടണൽ ഫയർ, അതിൽ 25 പേര് മരണപ്പെട്ടു. 2017 തോമസ് ഫയർ, അതിൻ്റെ അകത്ത് 23 പേര് മരണപ്പെട്ടു. ഞാൻ പറയുന്നത് അമേരിക്കയുടെ ഫുൾ തീപിടുത്തം നടന്നിട്ടുള്ള ചരിത്രമല്ല. കാലിഫോർണിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രം നടന്നിട്ടുള്ള ഏതാനും ചുരുക്കം ചില തീപിടുത്തങ്ങളുടെ ഡാറ്റയാണ് പറയുന്നത്. അതൊക്കെ നടന്നിട്ടുള്ളത് എപ്പോഴാണ്? ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണല്ലേ. 2017, 18, 20, 21 ഒരുപാട് തീപിടുത്തങ്ങൾ നടന്നു, ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചായിട്ട് കാണാൻ പറ്റും. 10 ലക്ഷം ഏക്കറിൽ പടർന്നിട്ടുള്ള തീപിടുത്തമുണ്ട്. എന്നിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ നടന്നപ്പോൾ ചില വ്യക്തികൾ കമന്റ് ചെയ്യുന്നത്, ദൈവം കൊടുത്ത ശിക്ഷ കണ്ടോ മക്കളെ, സൂപ്പർ തന്നെ കേട്ടോ. എന്ത് അസംബന്ധമാണ്, എന്ത് വർഗീയതയാണ്. ഇനി നമുക്ക് ഈ തീപിടുത്തത്തിന്റെ കാരണങ്ങളെ പറ്റി സംസാരിക്കാം. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സമയത്ത് പ്രധാനപ്പെട്ട 3 ഇടങ്ങളിലാണ് ആദ്യമായിട്ട് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ നേരത്തെ നടന്നിട്ടുള്ള തീപിടുത്തങ്ങളുടെ കാരണമായിട്ട് ഞാൻ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? മരങ്ങൾ ഇലക്ട്രിക് കമ്പിയിലേക്ക് വീണ് അത് പൊട്ടി സ്പാർക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ അത് കൂട്ടി ഉരസി സ്പാർക്ക് ഉണ്ടാകുക, തടികൾ കൂട്ടി ഉരയുക, സാധാരണ ഒരു കാട്ടുതീ ഉണ്ടാകുന്ന പോലെ തന്നെ മിന്നലടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമല്ലേ ഉണ്ടാകേണ്ടത്. 3 സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഒരേ സമയം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാണ് അയാളെ കാണുന്നത്. അയാൾ മറ്റേ ഒരു പന്തം പോലത്തെ ഒരു സാധനം കത്തിച്ചുകൊണ്ട് സൈക്കിളിലോ മറ്റോ എല്ലായിടത്തും പോയിട്ട് തീ വയ്ക്കുന്ന കാഴ്ച അവിടുത്തെ ജനങ്ങൾ കാണുകയും അവർ അയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നടന്നിട്ടുള്ള നിലവിലെ തീപിടുത്തം നാച്ചുറൽ കോസ്, അതായത് സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണോ, അതുപോലെ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. വേണമെങ്കിൽ ആർക്കെങ്കിലും തീ വയ്ക്കാം, അല്ലെ ഇതുപോലെ തന്നെ വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറിയില്ല എന്താണ് ഇതിന്റെ കാരണമെന്ന്. പക്ഷേ എങ്ങനെയാണിത് പടർന്നതെന്ന് എല്ലാവർക്കും അറിയാം. മറ്റൊന്നുമല്ല, ചെകുത്താൻ കാറ്റെന്നറിയപ്പെടുന്ന സാന്ത അനയാണ്. സാന്ത അന ശക്തമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ തീപിടുത്തം ആരംഭിക്കുന്നത്. അവിടുന്ന് വരുന്ന പല വീഡിയോസിലും നമ്മൾ ശ്രദ്ധിക്കും. അതായത് തീ കത്തുക മാത്രമല്ല, വലിയ രീതിയിൽ കാറ്റടിച്ച് അതിങ്ങനെ അതിൻ്റെ സ്പാർക്കുകൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തീപിടുത്തം ബാധിച്ചിട്ടുള്ള തെങ്ങോ പനയോ മറ്റോ പോലുള്ളതൊക്കെ ആടി ഉലയുകയാണല്ലോ. അപ്പോൾ അത്രയും ശക്തമായിട്ട് 120 മുതൽ 150 km/h വീശിയടിക്കുന്ന കാറ്റാണ്, ചെകുത്താൻ കാറ്റാണ് സാന്ത അന. ഇങ്ങനത്തെ കാറ്റുള്ളതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇപ്പോൾ ഒരു മരത്തിലാണ് ആദ്യമായിട്ട് ഏതെങ്കിലും ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് തീ പിടിക്കുന്നതെന്ന് വെക്കുക. നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുക അല്ലേ, അതിൽ നിന്നുള്ള ആ ഒരു തീകളുടെ തരി ഉണ്ടല്ലോ, അതിങ്ങനെ ആ ഒരു സ്പാർക്ക് പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അത് മൊത്തം പകർന്ന് അടുത്ത മരത്തിലേക്ക് വീഴും, അത് കത്തുന്നു, അത് വലിയ ദൂരങ്ങളിലേക്കൊക്കെ പറന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലേ. അപ്പോൾ ഈ കാറ്റാണ് ഇവിടെ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് 2020, 2021 ഒരുപാട് തീപിടുത്തങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് പല വെജിറ്റേഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. ഈ കട്ട് ചെയ്തിട്ടതും വില്ലനായിട്ട് മാറുകയാണ്, അതിനൊക്കെ തീ പിടിക്കുകയാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടും വർഷം 2022-ലും 2023-ലും ഈ പ്രദേശത്ത് നല്ല മഴ ലഭിക്കുകയാണ്. നല്ല മഴ ലഭിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ പൂത്ത് തളർത്ത് നല്ല രീതിയിൽ വളരുകയാണ്. അതുപോലെ ഒരുപാട് കുറ്റിച്ചെടികൾ, ചെറിയ ഷ്രബ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ കാട് പോലെ അവിടെ പിടിക്കുകയാണ്. നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ പൊക്കത്തിൽ വളരുന്ന പുല്ലുകളൊക്കെ ഇല്ലേ, ഇങ്ങനെ നല്ല പൊക്കത്തിൽ, അതുപോലെ കുറ്റിച്ചെടികൾ, ഇതൊക്കെ ആ ഒരു പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കുകയാണ്. പക്ഷേ 2024 സംഭവിച്ച കാര്യം എന്താണെന്നറിയാവോ? ഒട്ടും തന്നെ മഴയില്ലായിരുന്നു. 8 മാസത്തോളം കാര്യമായിട്ട് ഒരു മഴയും ആ പ്രദേശത്ത് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പുല്ലും കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ ഉണങ്ങി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു കച്ചിലോ വൈക്കോലോ പോലെയായി മാറി. അതായത് പെട്ടെന്ന് തീ പിടിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കറിയാമല്ലോ, ഉണങ്ങിയ ചെടിക്കാണ് ഏറ്റവും കൂടുതൽ തീ പിടിക്കാൻ സാധ്യതയുള്ളൂ അല്ലേ, പടർന്ന് ആളി കത്തുമല്ലേ. അതുപോലത്തെ ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്ന മരങ്ങളിലേക്കോ ചെടികളിലേക്കോ കുറച്ച് തരികൾ വീണാൽ മതി, തീയുടെ അല്ല, അത് ആളി പടരാൻ തുടങ്ങും. ഒരു പക്ഷേ പച്ചപ്പുണ്ടെങ്കിൽ അത്ര വേഗത്തിൽ പിടിക്കത്തുമില്ല. അപ്പോൾ ഈ തരികൾ കൊണ്ടുവരുന്ന ആരാണ്? സാന്ത ആന എന്ന് പറയുന്ന ചെകുത്താൻ കാറ്റാണല്ലേ. അത് മൊത്തം അവിടെ വ്യാപിപ്പിക്കുകയാണ് തീ എന്നുള്ളത്. അങ്ങനെയാണ് തീ പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പലരും ഇവിടെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നുണ്ട്. അത് വളരെ ഗുരുതരമായിട്ട് കാണേണ്ടതെന്ന് തന്നെയാണ്. പലരും കോൺസ്പിറസി ആയിട്ടും പറയുന്നത് തന്നെയാണ്. അതായത് കാലിഫോർണിയയിലെ ഫയർ ഡിപ്പാർട്ട്മെന്റ് ഏതാനും കുറച്ച് നാൾക്ക് മുമ്പ് അവിടുത്തെ ബജറ്റ് വെട്ടിച്ചുരുക്കി. 20 മില്യണോളം ബജറ്റായിരുന്നു ചുരുക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഫയർ ഹൈഡ്രൻസും വെള്ളവും, അത് മറ്റേ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഫയർ വണ്ടി വന്നാൽ എങ്ങനെയാണ്, അതിൽ വലിയൊരു ഹോസ് കണക്ട് ചെയ്തിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അല്ലേ. ഈ ഹോസ് പോലും അവരുടെ കയ്യിലില്ലാത്തൊരവസ്ഥയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് അവരെ ബജറ്റ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നത്? അതുപോലെ തന്നെ വാക്സിൻ എടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഫയർ ഫൈറ്റേഴ്സിനെ ഈ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർ ഫൈറ്റേഴ്സ്, അതായത് ഈ നമ്മുടെ ഫയർഫോഴ്സ് ഇല്ലേ, അവരുടെ എണ്ണത്തിൽ ലഭ്യത കുറവുണ്ടായിരുന്നു. ഇനി നേരത്തെ ഏതോ ഒരു അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വലിയ റിസർവോയർ ഉണ്ടായിരുന്നു, ആ ഒരു ഡാം പോലെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു, അതിൽ നിന്നായിരുന്നു വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളം മൊത്തം വറ്റിച്ച് കളഞ്ഞു. ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്യാനായിട്ട്, അത് തീയണയ്ക്കാനായിട്ട് ഫയർ ഫൈറ്റേഴ്സിൻ്റെ ഈ വെള്ളമില്ല, വെള്ളം ഉണ്ടെങ്കിൽ ഹോസ് ഇല്ല, ഹോസ് ഉണ്ടെങ്കിൽ അതിന് വണ്ടിയില്ല. ഇങ്ങനത്തെ അവസ്ഥയൊക്കെയായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. അതായത് അവിടുത്തെ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ് മൊത്തത്തിൽ ഫെയിലായി പോയി എന്നൊരു
പ്രതീതിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാദമാണ് അവിടുത്തെ ജനങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പ്രെഡ് ആകുന്ന ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ജോ റോഗന്റെ കഴിഞ്ഞ വർഷമുള്ള, കൃത്യമായിട്ട് കേട്ടുള്ള 2024 ഒരു പോഡ്കാസ്റ്റാണ്. അതിന്റെ മാസമൊക്കെ ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ അതിൻ്റെ അകത്ത് ജോ റോഗൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ കഴിഞ്ഞ ദിവസം ലോസ് ഏഞ്ചൽസിലുള്ള കാലിഫോർണിയയിലുള്ള ഒരു ഫയർമാനായിട്ട്, ഫയർഫോഴ്സിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്പോട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാകുകയും അതേ സമയത്ത് തന്നെ വലിയൊരു കാറ്റും അവിടെ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നയിക്കാൻ പോകുന്നത് വലിയൊരു അപകടാവസ്ഥയിലേക്കാണ്. ഈ കാറ്റ് പലയിടത്തും തീപിടുത്തം ഉണ്ടാക്കും, അത് അൺകൺട്രോളബിൾ ആയിട്ട് പടരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് വരെ ഈ കാര്യം അറിയായിരുന്നു. അവിടെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്പോട്ടിൽ കറക്റ്റ് സമയത്ത്, അതായത് ഈ കാറ്റടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നു എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ 3 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നത്: റൈറ്റ് വിൻഡ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് ഫയർ. I talked to a fireman once. This is one of the reasons that freaked me out. And he was telling me, he goes, dude, one day, he goes, it's just going to be the right wind and fire is going to start in the right place and it's going to burn through LA all the way to the ocean and there's not a fucking thing we can do about it. ഈ തീപിടുത്തത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളായിട്ടുള്ള പല മ്യൂസിയങ്ങളും റെസ്റ്റോറൻറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ കത്തിയമർന്നിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള, മാനസികമായിട്ട് വളരെയേറെ വിഷമം ഉണ്ടാക്കിയ ഒന്നാണ് ദ ബണ്ണി മ്യൂസിയം അപ്പാടെ കത്തിയമർന്നു എന്നുള്ള വാർത്ത. ബണ്ണി മ്യൂസിയത്തെ പറ്റി ഇപ്പം നിങ്ങൾ വിചാരിക്കും ബണ്ണി മ്യൂസിയത്തെ പറ്റി മുമ്പേ അറിയാമായിരുന്നു. സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഇല്ല. ഈ ഒരു തീപിടുത്തത്തിൽ അത് കത്തിയമർന്നു എന്നുള്ള വാർത്ത കേട്ടാണ് ഞാൻ ബണ്ണി മ്യൂസിയത്തെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുന്നത്, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുന്നത്. All of the old town, the iconic Altadena Old Town, sorry, is gone. Our museum is gone. That'll hit me in a while. You know, it took my wife and I almost 40 years to put it together, but it's the way it is, so we'll go on. അത് കണ്ടപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നു പോയി എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കാക്കിയ ഒന്നും അതിൻ്റെ തകർച്ച തന്നെയാണ്. വർഷം 1993 സ്റ്റീവ് ലുബാൻസ്കിയും ക്രാഡൻ ഫ്രാൻസിയും പരസ്പരം കണ്ടുമുട്ടുന്നത്. അവർ പ്രണയത്തിലായിയാണ്, കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയകാലം മുതൽ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ പരിചയപ്പെട്ട നാൾ മുതൽ ഓരോ ബണ്ണികൾ, അതായത് മുയലിൻ്റെ എന്തെങ്കിലും ചെറിയ പാവകളോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ പ്രതിമകളോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ ഒക്കെ പരസ്പരം കൈമാറുമായിരുന്നു അല്ലേ. അങ്ങനെ വർഷം 1993 മുതൽ ഇവരിതെല്ലാം കളക്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. എല്ലായിടത്തു നിന്നും കിട്ടുന്ന ബണ്ണി റിലേറ്റഡ് ആയിട്ടുള്ള, മുയലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പ്രണയത്തിൻ്റെ അടയാളമായിട്ട് എല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. വർഷം 1998 ആയപ്പോഴേക്കും അവരുടെ കയ്യിൽ ഏകദേശം 8400 മുകളിൽ വരുന്ന ബണ്ണി റിലേറ്റഡ് ആയിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും പാവകളും എഴുത്തുകളും ചിത്രങ്ങളും പ്രതിമകളും എല്ലാ ടൈപ്പ്, നമുക്ക് ക്ലോക്കുകൾ, പാത്രങ്ങൾ, എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ 1999 ഗിന്നസ് വേൾഡിലൊക്കെ ഇവർ ഇടം പിടിക്കുകയാണ്. ഇന്ന്, അതായത് 2024 നിൽക്കുമ്പോഴേക്കും ആ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 45,000 മുകളിലായിരുന്നു. ആ ദമ്പതികൾ സ്റ്റീവും കാഡൻസും ഈ 30-31 വർഷങ്ങൾ കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 45,000 മുകളിൽ വരുന്ന ബണ്ണി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. അതിൻ്റെ അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അവരുടെ മ്യൂസിയം, ഐക്കോണിക് ആയിട്ടുള്ള മ്യൂസിയം, അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് കത്തിയമർന്ന് പോവുകയാണ്. അത് സ്റ്റീവ് കരഞ്ഞത് പറയുന്ന, വിങ്ങിപ്പൊട്ടി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്, സെർച്ച് ചെയ്ത് പോകുന്നതും അതിൻ്റെ ഫോട്ടോസ്, അവരെങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, കുട്ടികൾക്കൊക്കെ എത്രത്തോളം ഇഷ്ടമായിരുന്നു, അവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ അടയാളം, ഇതൊക്കെ അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കും തോറും സത്യം പറഞ്ഞാൽ കരയുന്നൊരവസ്ഥയിലായിപ്പോയി ഞാനെന്ന് വേണം പറയാനായിട്ട്. അവർ അത് പുനർനിർമ്മിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുനർനിർമ്മിക്കുവാണെങ്കിലും അവർക്ക് ആ പ്രണയത്തിൻ്റെ അടയാളമായിട്ടുള്ള സംഭവങ്ങളൊന്നും എങ്ങനെ ചെയ്യാനാണ്? അവർക്ക് ഇനിയുള്ള വർഷങ്ങൾ കളക്ട് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ഒരുപാട് ഓർമ്മകളാണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഇത്രയും നാളത്തെ അധ്വാനങ്ങൾ തിരിച്ച് ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ അത്രയും എന്തോ എനിക്കതിൽ ഭയങ്കര ഒരു വിഷമായിപ്പോയി. ഈ ഒരു ബണ്ണി മ്യൂസിയം കത്തിയമർന്നിട്ടുള്ള ആ ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ വീഡിയോ, അദ്ദേഹം കരയുന്ന ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ. ഈ കപ്പിൾസ് നിലവിലൊരു ഗോഫണ്ട്മി ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്പാലുള്ളവർക്ക് അങ്ങനെ സാധിക്കാം. കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാൻ ഓർക്കുക.
അപ്പോൾ എന്തായാലും അവർക്ക് വീണ്ടും അവർ സന്തോഷത്തിലേക്ക് വരട്ടെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരുപാട് മെയിൽസും കമൻസൊക്കെ കണ്ടു, അപ്പോൾ ഞങ്ങളിപ്പോൾ മറ്റൊരു സ്ഥലത്താണ്, നമുക്കിത് വീണ്ടും തുടങ്ങണം. ഇപ്പോൾ അവിടെ ജീവികളും ഉണ്ടായിരുന്നു, അതായത് ലൈവായിട്ടുള്ള മുയലുകളും ഉണ്ടായിരുന്നു, പൂച്ചകളും ഉണ്ടായിരുന്നു, അതിനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ഏതാനും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മുയലിൻ്റെ കളക്റ്റബിൾസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത്, സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെയേറെ സങ്കടമായി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഗോഫണ്ട്മിയുടെ അക്കൗണ്ടാണ്, ഒഫീഷ്യൽ അക്കൗണ്ടാണ്, നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ ഒരു കപ്പിൾസിന് ശക്തി ഉണ്ടാകട്ടെ, ഈ ഒരു വിഷമം സഹിക്കാനെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തോ വലിയൊരു വിഷമം തന്നെ അത്. എന്തായാലും നിലവിലെ തീപിടുത്തത്തെ പറ്റി പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു വീഴ്ചയാണ്. അതായത് നേരത്തെ ഒരു പോഡ്കാസ്റ്റിലടക്കം വന്നിരുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്തകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്നിട്ടും അവിടെ ഈ ഫയർ ഫൈറ്റിങ്ങിനുള്ള ബജറ്റ് കട്ട് ചെയ്യുന്നു, അവർക്ക് വെള്ളമില്ല, ടാങ്കുകളിലെ വെള്ളം വറ്റിക്കുന്നു. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളാണ് അവിടുത്തെ ഈ ഒരു ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെയൊക്കെ ഒന്ന് നോക്കുക. അതായത് ആ സ്റ്റേറ്റിലെ തലവന്മാരുണ്ടല്ലോ, അതൊക്കെ കോമഡിയാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഒരു കഴിവുമില്ലാത്തവർ, അവരുടെ സെക്ഷുവാലിറ്റി എന്തും ആയിക്കോട്ടെ, അവരുടെ ജെൻഡർ എന്തായിക്കോട്ടെ, പക്ഷേ അവർക്ക് നിർബന്ധമായിട്ട് വേണം നമ്മൾ ശാഠ്യം പിടിക്കേണ്ട എന്താണ് കഴിവല്ലേ. അതായത് ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ ടാക്ടിക്കലായിട്ട് അതിനെ നേരിടാനുള്ള തന്ത്രപരമായിട്ടുള്ള അറിവുകളും കാര്യങ്ങളും സ്കിൽസും എഫേർട്ടും ഒക്കെ വേണം, അല്ലാതെ കാര്യമില്ല. അപ്പോൾ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. അവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സ്, അതായത് തലവന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയ പരാജയങ്ങൾ. വെള്ളമില്ലാതെ എന്ത് ഫയർഫോഴ്സ് എന്നാണ് പറയുന്നത്? ഫയർഫോഴ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ടൊരു കാര്യമാണ് വെള്ളമല്ലേ. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഇവർ? ഇനി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കത്തി പടർന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അത്രയും വലിയ രീതിയിലാണ് തീ പിടിക്കുന്നത്. അപ്പോൾ ഒരു കൊടുങ്കാട് കത്തുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഒരു കപ്പിൽ കൊണ്ട് വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ ചെയ്യാനുള്ളൂ. അതും മറ്റൊരു സത്യം. എന്തായാലും അവിടുത്തെ ഗവൺമെൻറ്റിന് ഇതൊരു വേക്കപ്പ് കോളാണ്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയും വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. അതിനെയൊക്കെ നേരിടാൻ തയ്യാറാക്കുക. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന നമുക്ക് തടയാൻ, നമ്മുടെ അനാസ്ഥ കൊണ്ട് വരുന്നതിന് നമുക്ക് തടയാൻ സാധിക്കില്ല. അല്ലാത്തതൊക്കെ ചിലത് കയറി വരും. ഇപ്പോൾ സുനാമി വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമുക്ക് എന്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കൃത്യമായിട്ട് മെക്കാനിസം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. വിശ്വേഷം മടപ്പള്ളി സൈനിങ് ഔട്ട്.